ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പവർ 3D. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന മൈൻഡ് ക്രാഫ്റ്റ്. നമ്മുടെ ടാർഗറ്റ് 100 ലൈക്ക് ആൻഡ് 100 സബ്, ഷെയർ ആൻഡ് കമൻറ്റ്. പക്ഷെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഇച്ചിരി പ്രശ്നം പറ്റി. നമ്മൾ അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഈ പൊറോഷയെല്ലാം ഡോറുണ്ടാക്കി. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കാണാം, നമ്മൾ നെതർ ബോട്ടിൽ അതൊക്കെ സെറ്റാക്കി. പിന്നെ നമ്മുടെ ഈ കുഞ്ഞ് വീടെല്ലാം സെറ്റാക്കി നമ്മുടെ ആണ്. പിന്നെ നമ്മൾക്കില്ലേ, ഞങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. ബെനിറ്റേ ആ, കഴിഞ്ഞ വീഡിയോ കൊള്ളാമോ? നമ്മൾ കടവൊക്കെ വെച്ച് ട്രാപ്പ് ഡോറൊക്കെ വെച്ച് നമ്മൾ സേഫ് ആക്കിയിരിക്കുകയാണ് നമ്മുടെ വീട്. ബെനിറ്റ് ബിൽഡറാണ്. ബെനിറ്റ്, എനിക്ക് ഇച്ചിരി ഫുഡ് വല്ലതും വേണം. ഫുഡ് നമുക്ക് ഒപ്പിക്കാം. ബെനിറ്റ്, ഇവിടെ സ്റ്റേസ് വല്ലതും ഉണ്ടോ ഉണ്ടാക്കാൻ? നമ്മൾ ഈ കുഴി വല്ല ചാടിപ്പോയി തത്ത് എൻ്റെ ഒന്നാം ഹാർട്ടോ ഒരു ഹാർട്ടേ ഇല്ലു. ഇങ്ങനെ വന്നാൽ മതിയില്ലേ? അവിടെ ഇതല്ല, ഈ കുഴിയിലോട്ട് ഇതെന്തു? ആ, നമ്മുടെ കൈസ് നമ്മൾ അറിയാലോ, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചില്ലേ? മറ്റേ അയൺ എടുത്തോ. ആ, അവിടെ ഇവിടെ സ്റ്റെപ്പ് പോലെ വളർന്നിട്ടുണ്ട്. ഈ കുഴിയില്ല. അയ്യോ, അടിക്കില്ലേ. ഞാൻ ഈ കുതിര ബെനിറ്റിന്റെ കൈ വല്ലതും ഉണ്ടോ കഴിഞ്ഞ വീഡിയോയിലെ? എനിക്കും തരാമോ? തരാം, എനിക്ക്. ആ, എനിക്ക് മണ്ണൊന്നും വേണ്ട. എനിക്ക് മണ്ണ് ഞാൻ ഹെൽപ്പ് ചെയ്യാം. സ്റ്റോൺ മതി. ആ, മതി. മണ്ണ് ഞാൻ ബെഡ്. ചേട്ടാ മറ്റേ സാധനം എടുക്ക. എന്തുവാ ഈ രാത്രി കണ്ണ് കാണുന്നേ? ആ, ഈ സംഭവം എടുത്ത് പൊട്ടിക്ക്. എളുപ്പം പൊട്ടിക്ക്. ആ, മതി. ഈ സ്പീഡും ഇല്ല. ചാവ് ഒരു ഹാർട്ട് വെച്ച് നടക്കണം. ഓടി വാ പിന്നെ എന്നിട്ടേ ഓടി വാ. ഇല്ല, അതെ അടിക്കില്ല. ഒരു പ്രാവശ്യം അടിക്കില്ല. അയ്യോ, ഞാൻ ഈ സൈഡ് ഞന്ന് ചീല മാറി അവിടെ പെട്ടൊന്നും ഇല്ലല്ലോ. അത് മതി. ഇതുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അത് ഇത് മണ്ടേന്ന് അടിച്ചു നോക്കട്ടോ. ചേട്ടനിക്ക് എന്താ പ്രശ്നമില്ല. നല്ല പ്ലെയർ അല്ലേ ഗൈസ്? കേൾക്കുന്നുണ്ടോ? ഇതിനകത്ത് നമ്മൾ ക്യാമറ വെക്കണം. എന്തൊക്കെയാണ്
കാലിട്ട് ഇല്ല, അതുകൊണ്ട് നല്ല ക്ഷാമമാണ്. എനിക്ക് നോക്ക് 1.5 ഹാർട്ടേ ഇല്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് താ ആവശ്യമില്ല. എന്റെ ഹാർട്ടില്ല, ഇതുകൊണ്ടൊന്നും ആവത്തുമില്ല. ഇതെന്തുവാ മണ്ടയ്ക്ക് നോക്ക് എന്തോ കാണുന്നേ. നിന്റെ ആരാ ഹാർട്ട്? അതറിയില്ല, എനിക്ക് അറിഞ്ഞില്ല. ഒന്ന് വെളിയിൽ പോയാലും വേണ്ട റിസ്ക് എടുക്കാം. ഒരു കാര്യം ചെയ്യാം. നീ എന്തിനാ എന്റെ ഫ്രണ്ട് വന്നേ? ഓടി വരാം ഞാൻ ബുദ്ധി കാണിക്കാം. ഞാൻ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ചെസ്റ്റ് വേണോ? ചെസ്റ്റ് ഉണ്ടാക്കണ്ട, ഞാൻ തന്നെ എടുത്തോണ്ട് വരാം. എനിക്കുണ്ട്. എന്നെ നോക്കി എന്റെ പുറകെ ഈ ഡോറിന്റെ അവിടെ അടിച്ച ഫുഡൊന്നും കൊണ്ടുവന്നില്ല. ഞാൻ പേടിച്ച് ഓടി വരുമായിരുന്നു. എനിക്കൊരു ചെസ്റ്റ് ഉണ്ട്. ഇത് അതിനകത്ത് സാധനം വെച്ചാൽ മതി, അത്രേ ഉള്ളു സാധനം. ഞാൻ പറഞ്ഞേ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചാ അതാവുമല്ലോ. മറ്റേ സോറി, സോംബി ഉണ്ട്. കുഴപ്പമില്ല. എൻ്റെ കൈ അയൻകോട്ടുണ്ട്, പിന്നെ ഈ സാധനം എല്ലാം ഉണ്ട്. ഫുഡ് ഇച്ചിരി പിക്കാസ് എടുത്തേക്കാം. പിക്കാസ്. ഈ സാധനം എന്തുവാ ഈ കൈ? എൻ്റെ ലോഡ് സ്റ്റോൺ. അതെന്തുവാ ഇവിടെ സാധനം വെച്ചിട്ട് നമ്മളൊരു കോമ്പസ് എടുക്കണം. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം ഇരിക്കുന്ന സ്ഥലം ഉണ്ടാവും. എന്തുവാ കാണാം. അന്ന് നമ്മൾക്ക് അത് ഉണ്ടാക്കാലോ. കോമ്പസ് ഉണ്ടാക്കാൻ അയൺ വേണം. അയൺ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമുക്കത് മെൽറ്റ് ചെയ്യണം. അതിന് ഓയിൽ വേണം. പിന്നെ നമ്മുടെ ഇവിടെ ഇരിക്കുന്നേ സ്റ്റോണിന്റെ അവിടെ അല്ലേ? സ്റ്റോൺ ഇപ്പൊ പൊട്ടിക്കാൻ വരുന്നു. നീ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ കൊണ്ടുവച്ചില്ല? എന്റെ കയ്യിലുണ്ട്. അത് നീ അതിൻ്റെ അകത്ത് ഞാനൊരു ഞാൻ മറ്റേ ആ നേരം കൊണ്ട് മറ്റേ അതുണ്ടാക്കട്ടെ. ോട്ട് വെക്കാൻ നമ്മുടെ കയ്യിൽ വലിയ സാധനങ്ങളൊന്നുമില്ല. പാടാണ്. ലൈറ്റർ ഉണ്ടോ? ഒന്ന് കത്തിച്ച് ഇവിടെ ഒന്ന് ആ സൈഡിൽ ഇപ്പൊ ഇച്ചിരി വെട്ടം വരും. ഒന്ന് കത്തിക്കേ. ഇച്ചിരി വെട്ടം വരും. ഓക്കെ. സമാധാനം. എന്തോ കിട്ട കത്തിച്ചേ? ഞാൻ ഇലയിട്ട് കത്തിച്ചു. കൊള്ളാലോ, ആള് കൊള്ളാലോ. ഈ സാധനം കൊള്ളാവോ കത്തിക്കാൻ? അത് കത്തിക്കാൻ കൊള്ളില്ല. അത് ഫ്ലിന്റ് ആൻഡ് സ്റ്റീലാണ്. ഫ്ലിന്റ് ആണ്. പകലാവാൻ ഇത്രയും നേരം ഉറങ്ങണ്ടേ? 2 ബെഡ് വേണം. നമുക്ക് 2 ബെഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കോൾ വേണം. കോൾ മൈൻഡ് ചെയ്താലോ? കോളോ? നിക്കണ ഒരു കാര്യം പറയട്ടെ. ഫുഡ് ഫുഡ് എന്റെ ഫുഡൊക്കെ എവിടെ പോയി ആർക്കറിയാം? എന്റെ ഫുഡ് നിനക്ക് തന്നെ. ആ ഫുഡ് എന്തേ? ഇല്ല, എന്റെ കയ്യൊന്നുമില്ല. ഫുഡൊക്കെ എവിടെ പോയി? അന്നേരം ഞാൻ ബെല്ലറ്റ് ചത്തായിരുന്നു. ബെല്ലറ്റ് എടുത്തു. അത് ഞാൻ എടുത്തിട്ട് എന്റെ ഇൻവെർട്ടർ ഇല്ലല്ലോ. ഒന്നും ഫുഡെന്ന് പറയാൻ 3 ഓക്കും 4 ബ്രീച്ചും ആണ്. അതാ എനിക്ക് ആ ബ്രീച്ച് എല്ലാം 4 6 എണ്ണം.
മറ്റേ അവിടെ മറ്റേ എനിക്ക് വേണം. ഓക്കെ ഓക്കെ ഞാൻ കാസ്റ്റ് ചെയ്യട്ടെ. ഓ ഞാൻ എന്തോ പണിയാ നോക്കിയേ. ഗൈസ് നമുക്കേ ആ നെതർ പോർട്ടിലോട്ട് പോയാലോ? നിക്ക് സമയമായില്ല. നമ്മൾ തന്നെ അതിനകത്ത് ആ സാധനം എടുത്തേ. എന്തുവാ ലീഫ് എന്തിനാ എടുത്തേ? ലീവ് നമ്മൾക്ക് ലീവ് ഞാൻ എടുത്തില്ല, എൻ്റെ കയ്യിലില്ല. നോക്ക് ലീഫ് തീർന്നു. നമുക്ക് ഇനി ആ ലീഫിന്റെ ആവശ്യമുണ്ട്. നിക്ക് ഫുഡിന്റെ ആവശ്യമുണ്ട്. ഫുഡ് രാവിലെ ആവുന്നു. നിക്ക് രാവിലെ പോവാം. ഇവിടെ ഞാൻ അയ്യോ അയ്യോ ഞാൻ വീട്ടിൽ കയറി. 2 സാമികള് ആ ഡോറ് വിളിക്കുന്നു. പോടാ ഒന്നുമില്ല. മുമ്പിൽ അതാ ഞാൻ അത്യാവശ്യം പശുവിനെയൊക്കെ കാണാം. എന്നിട്ട് ഞാൻ റിസ്ക് എടുത്ത് നിന്റെ പുറകെ വരുമോ? നീ എന്തിനാ വിളിയിറങ്ങിയേ? ഞാൻ ഇവിടെ സേഫാ. ഞാൻ കഥ അടച്ചോ? ആണ് കളിച്ചു അടിച്ചോ നോക്കടാ. അടിച്ചിട്ട് പോയി എല്ലാം. ക്രീപ്പറൊന്നും വന്ന് പൊട്ടരുത്. പൊട്ടേ എന്ത് ചെയ്യും? കിടന്ന് പറഞ്ഞു കുറെ വേലയെ കൊണ്ട്. അവിടെ ഒരു ബേബി സോംബി ഉണ്ട്. ഉണ്ടോ? ഡോർ അടിച്ചിട്ടുണ്ട്. ഡോറെല്ലാം അടിച്ചിട്ടുണ്ട്. പട്ടിയുണ്ട്. പട്ടിക്ക് ഒരു എല്ലോ എടുത്തന്നെ. പട്ടിക്ക് എല്ലോ എടുക്കണമെങ്കിൽ എത്ര കൂളായി? നീ ഒരു കൂടെ വേണം. ഞാൻ ട്രാപ്പ് വെച്ചോട്ടെ. മറ്റേ ഈ സാമികള് ട്രാപ്പ്. മറ്റേ ഏത് ട്രാപ്പാ ഉദ്ദേശിക്കുന്നത്? ഇത് മറ്റേ ഈ സ്റ്റോണ് മറ്റേ ഈ നമ്മള് നീ അത് എവിടെ നിന്ന് എടുത്തതാ? നമ്മുടെ മുൻവശത്തെ ആ നെതർ പോർട്ടിന്റെ ഈ സൈഡിലാണ്. ഇമാർ ഇവിടുന്ന് നോക്ക്. ഇമാർ ഇങ്ങനെ ചാടി വന്ന് ഇവിടെ കയറും. പക്ഷെ നമ്മുടെ കാലിൽ അത് കൊള്ളും. അത് കാരണം ഡാമേജ്. നമ്മളെന്ത് നമ്മൾക്കില്ലേ ഉള്ളിലോട്ട് പോകുമോ? അതിൻ്റെ താഴെ ചെറിയ ഗുഹ. ഞാൻ ഒരു സെറ്റപ്പ് ആക്കാൻ പോവാം. വുഡ് വേണം. എൻ്റെ ബുദ്ധി കണ്ടോണാ, നല്ല ആശാരി ബുദ്ധിയാ. പട്ടീൻ്റെ മേളമുണ്ടല്ലോ ഇവിടെ. ഞാൻ പന്നി പോയി കൊല്ലോട്ടെ. ചത്തോ? പട്ടി ഇഷ്ടം പോലെ. ഷീപ്പ് കണ്ടുപിടിക്കും മോനെ. ഷീപ്പ് എനിക്ക് ഞാനൊരു സംഭവം ഉണ്ടാക്കുവോ? എനിക്കറിയാം. ചാവല്ലേ? നല്ല സ്ഥലം കിട്ടിയിട്ടുണ്ട്. പട്ടിയാണല്ലേ കരയുന്നത്. പട്ടിക്ക് തോറ്റി. ഞാൻ
ട്രാപ്പ് വെക്കുന്നത് ഒരു ബുദ്ധിമുട്ടാവുമെന്നാണ് ഞാൻ പറയുന്നത്. അത് നമുക്ക് തന്നെ ഒരു വൻ നമുക്കേ വീടിനകത്ത് കയറാൻ പറ്റാത്ത ഞാൻ നെതർ വരെ ഒന്ന് പോയാലോ എന്ന് വിചാരിച്ചു. ഞാനും വരട്ടെ. ഒന്നിച്ച് പോകണേ വല്ല ഒറ്റയ്ക്ക് വല്ലതും പോയിട്ട് വല്ല ചത്ത എന്ത് ചെയ്യും? എല്ലാം സമാധാനം പറയണം. ആരും വില്ലേജറോ? വില്ലേജറല്ല, കുതിര. വില്ലേജറിനെ ഒന്നും കണ്ടുപിടിക്കാൻ മാത്രം നമ്മൾ അടുത്തൊന്നും പോയില്ല. നമ്മൾ വളരെ ദൂരെയാണ്. അവിടെ എന്താ പട്ടി കിടന്ന കാര്യം ഷോർട്ട് കട്ട് ഉണ്ടാക്കുക. ബുദ്ധി എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് ബുദ്ധി. തേനൊലിക്കുന്നു. നിന്റെ ഒരു ഗ്ലാസ് ഇതുണ്ടോ? എന്ത് ഗ്ലാസിന്റെ കുപ്പി ഇല്ല? ഉണ്ടായിരുന്നെങ്കിൽ നീ രണ്ട് പട്ടികൾ നോക്കിയിരിക്കുന്നു. നീ കാണിക്കുന്ന മണ്ടത്തരമാണ്. നമ്മളങ്ങനെ ഇവിടെ പോയി. പക്ഷെ ഇത് ബുദ്ധിമുട്ടല്ലേ? നമ്മൾ എവിടെ കൊണ്ട് ഡോറ് വെക്കും? ഡോറില്ലേ? ഡോറ് 2 എണ്ണം വെക്കണം. അത്രയും സോംബികളും താഴെ കൂടെ തന്നെ വരുത്തില്ലേ? അവിടെയും ഡോർ വെക്കണം. അവിടെ മേലെ ആര് വരാനാ? നീ എന്ത് കാണിക്കുന്നേ? താഴെ രണ്ട് പട്ടി. നമ്മൾക്ക് 2 എടുക്കല്ലേ? എൻ്റെ സാധനം എടുക്കല്ലേ? എടുത്തോ? ഇല്ല, നല്ല കളഞ്ഞു. തെറിച്ചു പോലെ ഇവിടെ തേയില ഒലിക്കുന്നു. അതാ തേൻ ഒലിക്കുന്നു. ഒന്നും ചെയ്യില്ല. സാധനം അയ്യോ പട്ടി വരിക്കുന്നു. മറ്റേ നെരുപ്പാക്ക്. ഇത് കള. എനിക്ക് എൻ്റെ പിക്കാസ് അവിടെ ഒരു പിക്കാസ് ഉണ്ടോ? എൻ്റെ ഒരു പിക്കാസ് ഏതെങ്കിലും ഒരു പിക്കാസാ? വുഡിന്റെ പിക്കാക്സ് ഒക്കെ ഇതിനകത്തിരിപ്പുണ്ട്. അല്ല, എനിക്ക് ബെഡ് എവിടെ? എന്റെ ബെഡിന് ഇനിയും വേണം 2 കൂടും കൂടെ. ബാബാ ഇരുട്ടാവുന്നതിന് മുമ്പ് അത് സെറ്റാക്കാം. ഞാൻ നിക്ക് വരാം. ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്തിനാ നീ ഇവിടെ വെച്ചത്? പട്ടി നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. നമ്മുടെ ആരും ടൈം ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ആരെ കൊല്ലാൻ എവിടുന്നും ശില്പൊന്നുമില്ല. എല്ലാം ഷീപ്പിനെ കൂടെ കൊന്നിട്ട് വേണം നമുക്ക് നെതറിലോട്ട് പോകാൻ. അർജുനനുണ്ടല്ലേ? ഒരു കാര്യം ചെയ്യണം.
ഈ കാർപ്പറ്റ് ഇതിലെ വൂള് വെച്ച് കാർപ്പറ്റ് ഉണ്ടാക്കാൻ സത്യം പറയണേ. കാർപ്പറ്റ് കൊണ്ട് ഉണ്ടാക്കിയാലും നമ്മളെ അത് കൊള്ളും. കൊള്ളോ? ഒരു കാര്യം വേണ്ട, അർജന്റ് വരുന്നപ്പോൾ എന്ത് ചെയ്യണം പറയട്ടെ. അർജന്റ് വരുന്നവള് മണ്ടക്കോട്ട് പോയ എന്തോ മണ്ട അതിന്റെ അടുത്തോട്ട് പോയ എന്തിനാ? ഞാൻ ചുമ്മാ പോയ. നിനക്കുള്ള സൊല്യൂഷൻ കൈ ഇനി നമുക്ക് സുഖമായിട്ട് കിടക്കാം. എനിക്ക് ഒരു സ്റ്റോൺ പിക്കാസ് ഞാൻ ഉണ്ടാക്കിട്ട് വരാം. പോലെ എന്ന് നമ്മൾ കാണത്തില്ല. പോവല്ലേ? അയ്യോ നല്ല ഇടമായിരുന്നു. എങ്ങനെയല്ലേ സ്റ്റോണിന്റെ പിക്കാസ് അയൺ ഉണ്ടോ? അല്ല അയണോ കോളോ വല്ലതും ഉണ്ടോ? അന്ന് ഗോൾഡ് എനിക്ക് കുറെ ടോർച്ച് കിട്ടുന്നുണ്ടേ. എനിക്ക് കോള് കിട്ടുന്നു. കോള് ഞാൻ ടോർച്ച് ഉണ്ടാക്കി തരാം. എൻ്റെ കൈ എല്ലാം ഇമ്പോർട്ടൻ്റ്. ഇത് നമ്മുടെ മൈനിങ് ഏരിയ ആണേ. എനിക്ക് പല ഞാൻ അല്ല അമ്മ അടിക്കത്തില്ലേ നമ്മളെ? മറ്റേമാരുടെ പേരെന്തോ? ഇങ്ങോട്ട് വരല്ലേ? ഓക്കെ ഇങ്ങോട്ട് വരണ്ട. ഞാൻ ടോർച്ച് ഉണ്ടാക്കും. ടോർച്ച് 20 എണ്ണം എനിക്ക് ഉണ്ടാക്കാം. ബെഡുണ്ടോ? എന്നാ സുഖം മരണം. ഞാൻ ഇവിടെ നിൽക്കുവേ. ഞാൻ എന്തോ വരാനാ? അവനെ സെറ്റപ്പിൽ ഞാൻ നിൽക്കുക. എനിക്ക് കൊറേ വുഡോ? ഫുഡ് ഞാൻ ഇല്ലാതെ ജീവിക്കുന്നത്. ഫുഡ് എന്തുവാ ഇങ്ങനെ ഇരിക്കുന്ന കളറ്? ഓക്കെ ബൈ ബൈ. ഓക്കെ നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ്. ഓയ് എനിക്ക് വേണോ? എനിക്ക് നോക്കാം ഇതിനകത്തുണ്ട്. ഫുഡൊന്നുമില്ല. സോയില് ഫിറ്റിട്ടും ഉണ്ട്. സോയിൽ കൊണ്ട് നമ്മൾക്കില്ലേ എല്ലാ ഷീൽഡ് എല്ലാം എന്തൊക്കെയോ മറ്റേ നമ്മുടെ വീടെല്ലാം സെറ്റപ്പ് ആക്കാൻ. ഞാൻ കുഴിച്ചെടുത്തു. 34 കോപ്പർ. ചൂടായില്ല. എന്തോ വെച്ച് എനിക്കൊന്നുമില്ല. ഇതൊരു തേങ്ങ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ആവട്ടെ. മറ്റേ നമ്മുടെ ഈ മണ്ടത്തെ സാധനം ഉണ്ടല്ലോ അതിലൊരെണ്ണം. ഇത് ചാടി എളുപ്പം കയറാക്കോ? എളുപ്പം നമ്മുടെ വീട്ടിലോട്ട് കയറാക്കോ? അതായത് എളുപ്പം നമ്മൾക്ക് ചാടി വരണ്ടേ? എന്തോ മറ്റെന്തുവാ വുഡ് ഉണ്ടാക്കാൻ. ഓവ് ആക്കാൻ സാറിന്റെ പേര് ഞാൻ മണ്ടയ്ക്കുന്ന വുഡ് ജസ്റ്റ് ഇപ്പം ചാറ്റി കുഴഞ്ഞ. അയ്യോ
നമ്മുടെ വീടിനൊന്നും പറ്റിയില്ല. വീടിൻ്റെ വെളിവശം മൊത്തം എത്ര കിട്ടും? ഞാൻ 57 സോയിൽ എടുത്തു വരാം. സോയിൽ എടുത്തു വരാം. 52 52. ഈ കേരള വെച്ച പാടായില്ലേ? എന്തോ റീപ്പർ വരുന്നു, അടുത്ത റീപ്പർ വരുന്നു. റീപ്പറോടെ റീപ്പറാണ്. ഷീൽഡ് ഉണ്ടാക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ഓക്കെ, എല്ലാവരും സബ് ചെയ്യണം ഗൈസ്. നീ വരല്ലേ ഞങ്ങളുടെ വീടിന് വളരെ പൊട്ടിക്കായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്താൽ കമൻറ്റ് ചെയ്ത് നമ്മൾക്ക് മറ്റേ അവിടെ നമ്മൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾക്ക് എന്താ പറയുന്നേ, ആറ് കിട്ടും. നമ്മുടെ വീട് പൊളിയില്ല അല്ലേ? മണ്ടക്കോട്ടല്ലേ കിളർത്തി വെക്കണം അല്ലേ? കിളർത്തി വെക്കണം. ചേട്ടാ നോക്കി, ഇതിന്റെ നല്ല പെർഫെക്റ്റ് അല്ലേ? അത് നോക്കി, ഇതിന്റെ നടക്ക് സത്യം പറയുമോ, ഇത് താഴത്തെ ആശം വേണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ സംഭവം ഒന്ന് നമ്മൾക്ക് ഓടിയൊക്കെ ചെറിയ ആട്ടെ പോലെ നമ്മൾ ഇതിലും വലിയ വീടൊക്കെ പണിയും. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒച്ചത്തിൽ പറ, കേൾക്കണ്ടേ? ഒച്ചത്തിൽ പറ. നമ്മൾ ഈ വീട്ടിൽ കുറച്ച് നാളെ താമസിക്കുകയുള്ളൂ. ഇതിലും വലിയ വീടൊക്കെ നമ്മൾ പണിയുന്നതാണ്. നമ്മൾക്കില്ലേ മറ്റേ ആ നെതറിൻ്റെ അവിടെ പോയിട്ട് നമ്മൾക്ക് ആ അതിൻ്റെ ബ്ലോക്ക് ഉണ്ടല്ലോ, അതൊക്കെ പൊട്ടിച്ച് നമുക്ക് വീടുണ്ടാക്കാം. പല കളറ് അതില്ലേ. ഈ വീടിൻ്റെ എൻട്രൻസ് ആണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ട്രാപ്പ് ചിലമാര് കണ്ടിട്ടില്ലേ, ഈ കുഴി കുഴിച്ച് ലാവ കൊണ്ടുപോയിട്ടുണ്ടേ. അത് അങ്ങനത്തെ സെറ്റപ്പ് നമ്മുടെ വീടിനുണ്ടാക്കണം. അത് നല്ല ബുദ്ധിപൂർവ്വം വെച്ച് നമ്മൾ ഇരുന്ന് ചെയ്യാം. എന്നാൽ അത് മനസ്സിലായി. അതിന് ലാവ നമ്മൾക്കില്ലല്ലോ. നമ്മളിവിടെ മൈനിങ് സെക്ടറിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ചെയ്തോ. ഞാൻ ഒന്ന് ഫുഡ് എടുത്തോണ്ട് വരാം. ഫുഡ് ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുവാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. നമ്മുടെ ടാർഗറ്റ് പറഞ്ഞാൽ 100 ലൈക്കിന് 100 സബ്, അതിൻ്റെ ഷെയർ, അതിൻ്റെ കമൻറ്റ് ഒന്നൊക്കെ. ഓക്കെ ഗൈസ്, ബൈ ബൈ.